തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങള് ചോദിച്ചു എന്താണ് MLA ആയാൽ ചെയ്യുക എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് MLA ആകാൻ പാലക്കാടൻ ജനതയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക്. കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു. ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ, വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാരെ വരെ കണ്ടു. വീടല്ലാതെ ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ സർക്കാരിന്റെ PMAYയും ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാലതാമസങ്ങളും നൂലാമാലകളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് സ്മൈല്. ആ പദ്ധതിയെ പറ്റി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് ഇന്റൽ ഗ്രൂപ്പിനെയാണ്. പാലക്കാട് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാറിന്റെ മകൻ ഉമേഷേട്ടൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ്. ഉമേഷിനോട് ഞാൻ പറഞ്ഞു ഒരു പദ്ധതിയുണ്ട്. അപ്പൊ സ്മൈൽ എന്ന പേര് പറഞ്ഞപ്പോൾ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛനോട് സംസാരിക്കുക, CSR ഫണ്ടിനെ പറ്റി സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി, മറ്റൊരു മാനദണ്ഡം ഉണ്ടാകില്ല, എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8 വീടിന്റെ ആസിഫ് അലിയാണ് ആദ്യത്തെ 5 വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയത്. അതിനുശേഷം സൈജു കുറുപ്പ് വന്നു, പിന്നെ ജോഫിൻ വന്നു, ഇപ്പം തൻവി എത്തി. ഇപ്പം ഇവരോടെല്ലാം തൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനായി